ഹലോ ഗൈസ്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ആ ഒരു വൈറൽ പെൻഗിൻ്റെ വീഡിയോ വെറുമൊരു ക്യൂട്ട് കണ്ടന്റ് മാത്രമല്ല, അത് നമ്മുടെ ലൈഫിലേക്കുള്ള ഒരു പവർഫുൾ റിമൈൻഡറാണ്. കിലോമീറ്ററുകളോളം ആ ഐസ് മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് ആ കുഞ്ഞ് നടന്ന് നീങ്ങുമ്പോൾ ലോകം മുഴുവൻ ചോദിക്കുന്നത് ഇവ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ ലൈഫും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലേ. ചുറ്റും ആൾക്കൂട്ടം ഉണ്ടെങ്കിലും ഉള്ളിൽ നമ്മൾ പൂർണ്ണമായിട്ടും സ്റ്റക്കായി പോകുന്നതായിട്ടുള്ള പേടിപ്പെടുത്തുന്നതായിട്ടുള്ള നിമിഷങ്ങൾ. നമ്മുടെ കരിയറിലായാലും റിലേഷൻഷിപ്പിലായാലും ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അവിടെ പാനിക്കായി പോകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ഇവിടെയാണ് ബൈബിൾ പറയുന്ന വാക്കിംഗ് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ് എന്ന വചനത്തിന്റെ മനോഹരമായ പ്രസക്തി എന്ന് പറയുന്നത്. ആ പെൻകുൻ കുഞ്ഞിന് വഴി കാണുവാനായിട്ട് പറ്റുന്നില്ലെങ്കിലും അതിന്റെ സ്രഷ്ടാവ് ഉള്ളിൽ വെച്ചു കൊടുത്ത ആ ഒരു ഇന്നർ കോമ്പസ് അതിനെ ലീഡ് ചെയ്യുന്നുണ്ട് എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് കാണുന്നു. യാത്രക്കിടയിൽ ആ കുഞ്ഞ് പലപ്പോഴും വീഴുന്നുണ്ട്, മഞ്ഞിൽ തെന്നി നീങ്ങുന്നുണ്ട്. പക്ഷെ ആ കുഞ്ഞ് അവിടെ കിടന്ന് ഗിവപ്പ് ചെയ്യുന്നില്ല. ബിക്കോസ് ബൈബിൾ പറയുന്നത് ദ റൈച്ചസ് മേ ഫോൾ 7 times ബട്ട് ദേ വിൽ റൈസ് അഗൈൻ. നമ്മളൊരു തെറ്റ് പറ്റിയാലോ പരാജയപ്പെട്ടാലോ ഉടനെ സെൽഫ് പിറ്റി തോന്നി അവിടെ സ്റ്റക്കായി പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആത്മീയത എന്നത് അത് വീഴാതിരിക്കലല്ല, മറിച്ച് വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് ദൈവത്തിൽ വിശ്വസിച്ച് വീണ്ടും നടക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ ജനറേഷൻ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്നുള്ളത് മറ്റുള്ളവരുടെ അപ്രൂവലിന് അല്ലെങ്കിൽ വാലിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഓർക്ക് ആ പെൻകുൻ കുഞ്ഞ് വൈറലാകുന്നതിന് മുൻപേ ആരും കാണാനില്ലാത്ത ആ കൊടും തണുപ്പിൽ തന്റെ യാത്ര തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സ്ട്രഗിളും ആരും കാണുന്നില്ലെന്ന് കരുതി നാം നിരാശരായി പോകാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു നിരാശ വരേണ്ടതായിട്ടുള്ള ഒരു കാര്യം അവിടെ ഇല്ല. ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു ഇൻ ദ വേ യു ഷുഡ് ഗോ എന്ന് വാഗ്ദത്തം ചെയ്തതായ ദൈവം ആ ചെറിയ പക്ഷിയെ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ശ്വാസം നൽകി സൃഷ്ടിച്ച നമ്മെ ദൈവം എത്ര അധികം കരുതും അല്ലേ? അതുകൊണ്ട് ലോകത്തിന്റെ ട്രെൻഡ്സിനും വാലിഡേഷനും പിന്നാലെ പോകാതെ നമ്മുടെ ഉള്ളിലെ ആ ദൈവിക സ്വരം കേട്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയണം. സന്ദർഭങ്ങൾ അവിടെ പ്രതികൂലമായിരിക്കാം, വഴി ചില സമയങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. എങ്കിലും തളരാതെ നമ്മുടെ ചുവടുകൾ മുന്നോട്ട് നാം വയ്ക്കണം. ബിക്കോസ് ഗോഡ് ഈസ് റൈറ്റിംഗ് എ ഗ്രേറ്റ് സ്റ്റോറി വിത്ത് യുവർ ലൈഫ്. സോ കീപ് ഫെയ്ത്ത് ആൻഡ് just keep moving. Definitely God will make a way. God bless you.